നമസ്കാരം. CSA മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലിഡ മറിയം ജോർജ്. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനും മറ്റ് ശുശ്രൂഷകൾക്കുമായി അഭിമന്യ ബിഷപ്പ് വിവിധ സഭകൾ സന്ദർശിച്ചു. 148 മഹായിടവക ദിനാഘോഷങ്ങൾക്ക് ചരിത്രവും വിസ്മരിക്കാനാവാത്ത സംഭാവനകളും ഒന്നിപ്പിച്ച് സമാപനം. അടൂർ വൈദിക ജില്ലാ സ്ത്രീജന സഖ്യയോഗം കുന്നിടയിൽ നടന്നു. മഹായിടവക സ്ത്രീജന സഖ്യം നേതൃത്വം നൽകുന്ന ബൈബിൾ പഠന പരമ്പരയ്ക്ക് തുടക്കം. ഏറ്റുമാനൂർ വൈദിക ജില്ലാ സ്ത്രീജന സഖ്യത്തിന്റെ വാർഷിക സമ്മേളനം ഇടയാറ്റുപാടത്ത് നടന്നു. CSA ഷാർജ പാരിഷ് അൽമായ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കനിവ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. CSI കാട്ടപ്പള്ളി മിഷന് പുത്തൻ ഉണർവ് നൽകി ചേർത്തല ബിഷപ്പ് മൂർ വിദ്യാപീഠം. BBA പഠനത്തിൽ 2ാം റാങ്ക് ലിയാൻ ഹിൽഡ ആന്റണിക്ക്. അക്കാദമിക് മികവിന് അഭിമാന നേട്ടം ജ്യോതിഷ് GPക്ക് 3ാം റാങ്ക്. ഇടക്കുന്നം സഭാംഗം ഡോക്ടർ ദീപു മുരുകദാസിന് കൊറിയൻ പേറ്റന്റ്. ചൂടിനെ വൈദ്യോർജ്ജമാക്കുന്ന നൂതന സാങ്കേതിക വിദ്യയ്ക്കാണ് അംഗീകാരം. മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ച CSA മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ സേവന സംരംഭം. കന്നേറ്റി CMS LP സ്കൂൾ നല്ല പാഠത്തിൽ A ഗ്രേഡിന്റെ മികവോടെ മുന്നേറ്റം. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. UCPI പ്രവർത്തനങ്ങൾക്ക് പുതുവഴികൾ തേടി നേതൃത്വ യോഗം. മധ്യകേരള മഹായിടവകയിൽ ഏകോപന സംഗമം. ആത്മിക ഉണർവിന് സാക്ഷിയായി മിഷൻ ബോർഡിന്റെ പ്രതിമാസ ഉണർവ് യോഗം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് CSA മധ്യകേരള മഹായിടവകയുടെയും മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെയും ഐക്യദാർഢ്യം. പള്ളം വൈദിക ജില്ലാ ആത്മായ ഫെലോഷിപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. വനിതാരവം 2026 സൗത്ത് സോൺ, ഈസ്റ്റ് സോൺ മേഖലകളിൽ ആലോചനാ യോഗങ്ങളിൽ മികച്ച പ്രതികരണം. ബിഷപ്പ് മൂർ മോണ്ടിസോറി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ECCE കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ നാളിനോടനുബന്ധിച്ച് നിലയ്ക്കൽ സെന്റ് തോമസ് എക്യൂമെനിക്കൽ സെന്ററിൽ ജൂലൈ 3 CSI ആരാധനക്രമ പ്രകാരമുള്ള വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും തിരുവല്ല വൈദിക ജില്ലയിൽ മുണ്ടുകോട്ട CSI സെന്റ് പീറ്റേഴ്സ് സഭയിൽ എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന മദ്ബഹ പ്രതിഷ്ഠയ്ക്കും സഭയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലും കോട്ടയം സെയിന്റ് തോമസ് മർത്തോമ ഇടവകയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന യോഗത്തിലും വയലത്തല CMS LP സ്കൂളിന്റെ പുനരുദ്ധരിച്ച കെട്ടിടത്തിന്റെ പുനഃപ്രതിഷ്ഠ ശുശ്രൂഷയ്ക്കും മാവേലിക്കര വൈദിക ജില്ലയിൽ ഞക്കനാൽ CSI സെയിന്റ് ബത്തലോമിയോസ് സഭയുടെ പുനർനിർമ്മിച്ച ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠ ശുശ്രൂഷയ്ക്കും എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി 1930കളിൽ സ്ഥാപിതമായ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിന്റെ ചാപ്പലിൽ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ നാളിൽ മാങ്ങാനം ക്രൈസ്തവാശ്രമം പ്രയർ ഫെലോഷിപ്പിന്റെ വാർഷിക ആഘോഷം എന്നിവയോടനുബന്ധിച്ച് മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ നടത്തപ്പെട്ട പ്രത്യേക സമ്മേളനത്തിലും മാവേലിക്കര വൈദിക ജില്ലയിൽ പുതുപ്പള്ളി ഇടവകയുടെ ഉപസഭയായ ചേപ്പാട് സെയിന്റ് മധ്യ CSI സഭയിൽ എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും മല്ലപ്പള്ളി വൈദിക ജില്ലയിൽ മല്ലപ്പള്ളി CSI ഹോളി മാനുവൽസ് ഇടവകയുടെ ഭാഗമായ കൊച്ചൻകുടി ചാപ്പലിൽ ജൂലൈ 9 നടന്ന ആരാധനയ്ക്കും നവീകരിച്ച ബഥേലാശ്രമം ചാപ്പലിന്റെ പുനർപ്രതിഷ്ഠ ശുശ്രൂഷയ്ക്കും കോട്ടയം വൈദിക ജില്ലയിൽ മച്ചുകാട് സെയിന്റ് ആൻഡ്രൂ CSI സഭയിൽ ജൂലൈ 12 നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും CMS കോളേജിലെ പുതിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന കർമ്മത്തിനും മഹായിടവക പരിസ്ഥിതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടമ്പലം സെയിന്റ് മാർക്ക് CSI പള്ളിയിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സമ്മേളനത്തിലും മലയോര മിഷന്റെ ഭാഗമായ കോട്ടൂപ്പാറ CSI വർഷിപ്പ് സെന്ററിൽ ജൂലൈ 26 വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ചിറ്റാർ ഇടവകയുടെ ഉപസഭയായ പേഴുംപാറ CSI സെയിന്റ് സ്റ്റീഫൻ സഭയിൽ ജൂലൈ 26 നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ജൂലൈ 29 നടന്ന കഞ്ഞിക്കുഴി CSI അസെൻഷൻ ഇടവകയുടെ സേവന മേഖലയായ സേവന നിലയത്തിന്റെ ഗവേണിംഗ് കൗൺസിലിനും കത്തോലിക്ക ഇതര സഭകളിലെ ദളിത് വിഭാഗങ്ങൾ ചേർന്നുള്ള ദളിത് ക്രൈസ്തവ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ദളിത് ക്രിസ്തീയ സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായുള്ള ഒപ്പുശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മത്തിനും
ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ നേതൃത്വം നൽകി. CSA മധ്യകേരള മഹായിടവകയുടെ 148 മഹായിടവക ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾക്ക് സമാപനമായി. ചരിത്ര സെമിനാർ, സൗത്ത് സോൺ മഹായിടവക ദിനാഘോഷം, സമാപന സമ്മേളനം എന്നിവയിലൂടെ മഹായിടവകയുടെ ചരിത്രവും ദൗത്യവും വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു. മഹായിടവകയും കോട്ടയം CMS കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ചരിത്ര സെമിനാർ ജൂലൈ 11 CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ നടന്നു. കേരളത്തിലെ നവോത്ഥാന വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളും ക്രൈസ്തവ മിഷണറിമാരും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ മഹായിടവക ബിഷപ്പ് അധ്യക്ഷത വഹിച്ചു. ഗോവ മുൻ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരപിള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ചരിത്രകാരന്മാരും ഗവേഷകരും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് 148 മഹായിടവക ദിനാഘോഷങ്ങളുടെ സൗത്ത് സോൺ സമ്മേളനം മാവേലിക്കര CSI ക്രൈസ്റ്റ് ചർച്ചിൽ നടന്നു. ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം കേരള എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ M ലിജു ഉദ്ഘാടനം ചെയ്തു. കൊല്ലം കൊട്ടാരക്കര മഹായിടവകയുടെ പ്രഥമ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ്, മുൻ മോഡറേറ്ററും അധ്യക്ഷനുമായ റൈറ്റ് റവറൻ തോമസ് K ഉമ്മൻ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യ സന്ദേശം നൽകി. സഭയുടെയും മഹായിടവകയുടെയും വിവിധ ഭാരവാഹികൾ ആശംസകൾ അറിയിച്ചു. മഹായിടവക ദിനാഘോഷങ്ങളുടെ സമാപന സമ്മേളനം കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ നടന്നു. മഹായിടവകയുടെ ചരിത്രപരമായ വളർച്ചയും ഇന്നത്തെ ദൗത്യവും ഭാവിയിലെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയ സമ്മേളനത്തിൽ സഭാ നേതാക്കളും മഹായിടവക ഭാരവാഹികളും വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തു. കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ്, MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ, കോട്ടയം നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹായിടവകയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹകരണവും നൽകുന്ന വിവിധ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സമ്മേളനത്തിൽ അനുമോദിച്ചു. ചരിത്രത്തെ ഓർമ്മിക്കുകയും വർത്തമാനകാല ദൗത്യത്തെ പുതുക്കി പണിയുകയും ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയും ചെയ്തുകൊണ്ട് 148 മഹായിടവക ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു. അടൂർ വൈദിക ജില്ലാ സ്ത്രീജന സഖ്യ മീറ്റിംഗ് കുന്നിട CSI ക്രൈസ്റ്റ് ചർച്ച് ദേവാലയത്തിൽ ജൂലൈ 4 ശനിയാഴ്ച നടത്തി. ശ്രീമതി സിസി മാത്യു കൊച്ചമ്മ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ റവറൻ ജിജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ജസീന P ജോസഫ് മുഖ്യ സന്ദേശം നൽകി. റവറൻ PJ ജോയ്, റവറൻ തോമസ് പായ്ക്കാട്, ഇവാഞ്ചലിസ്റ്റ് KJ എബ്രഹാം, ശ്രീമതി മിനി മാത്യു എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ വൈദികർ, സഭാ ശുശ്രൂഷകർ, വിവിധ ദേവാലയങ്ങളിലെ സ്ത്രീജന സഖ്യാംഗങ്ങൾ സംബന്ധിച്ചു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം ബൈബിൾ പഠന പരമ്പര 1-ാം ദിവസം ജൂലൈ 7 ചൊവ്വാഴ്ച വൈകിട്ട് 8 മണിക്ക് റവറൻ ഡോക്ടർ കുരുവിള ജോർജിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. മഹായിടവക സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാക്കോശി പങ്കെടുത്ത ഏവരെയും സ്വാഗതം ചെയ്തു. മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ക്ലാസുകൾക്ക് ആശംസകൾ നേർന്നു. റവറൻ ചാൻഡി തോമസ് വേദപഠന ക്ലാസിന് വെളിപ്പാട് പുസ്തകം നേതൃത്വം നൽകി. സ്ത്രീജന സഖ്യ സെക്രട്ടറി ശ്രീമതി ആനി കോശി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഏതാണ്ട് 500ഓളം സ്ത്രീജനങ്ങൾ വേദപഠന ക്ലാസ്സിൽ പങ്കെടുത്തു. CSI ഷാർജ പാരിഷ് അൽമായ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കനിവ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഈ വർഷം വൃക്കരോഗികളെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ വൃക്കരോഗിക്കും 25,000 രൂപ ധനസഹായമായി നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അപേക്ഷകൾ ഓഗസ്റ്റ് 15, 2026 മുമ്പായി ഷാർജ അൽമായ സംഘടനാ സെക്രട്ടറിക്ക് നൽകണം. ഇടയാറ്റുപാടം സെയിന്റ് പോൾ CSI ദേവാലയത്തിൽ 2026 ജൂലൈ 4 ശനിയാഴ്ച ഏറ്റുമാനൂർ വൈദിക ജില്ലാ സ്ത്രീജന സഖ്യത്തിന്റെ വാർഷിക സമ്മേളനം നടത്തി. ശ്രീമതി ലാലി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ചെയർമാൻ റവറൻ ജേക്കബ് ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീമതി ശാന്തി മാത്യൂസ് മുഖ്യ സന്ദേശം നൽകി. ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പങ്കെടുപ്പിച്ചവർക്ക് ഉള്ള ട്രോഫി വിളയംകോട് സഭ കരസ്ഥമാക്കി. റവറൻ ഷാജൻ വി ഡാനിയൽ, റവറൻ ജോയ് മാത്യൂസ് കറിയ, ഇവാഞ്ചലിസ്റ്റ് ജോഷി ജോസ്, ഇവാഞ്ചലിസ്റ്റ് ഡാനിയൽ ലൂക്കോസ്, സുവിശേഷക എലിസബത്ത് സാം എന്നിവർ നേതൃത്വം നൽകി. ജില്ലയിലെ മറ്റ് വൈദികർ, സഭാ ശുശ്രൂഷകർ, ജില്ലയിലെ മറ്റ് സഭകളിലെ സ്ത്രീജന സഖ്യാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. CSI കാർഷപ്പള്ളി മിഷന്റെ വിദ്യാഭ്യാസ സ്ഥാപനമായ CSI ബിഷപ്പ് ജോസഫ് മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിന്റെ 2ാമത് സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം മിഷണറി ഇൻചാർജ് റവറൻ ജൂൺ ചെറിയൻ ബിഷപ്പ് മുർ വിദ്യാപീഠത്തിന്റെ ഉദാരമായ പിന്തുണയോടെയാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂം യാഥാർത്ഥ്യമായത്. റവറൻ ക്രിസ്റ്റി ഡേവിഡ് ഡാനിയൽ ബേസാർ,
സ്കൂളിലെ മറ്റ് ഭാരവാഹികൾ, മിഷൻ ഭാരവാഹികൾ, മുൻ മിഷൻ ബോർഡ് ഡയറക്ടർ റവറൻ ജേക്കബ് ഡാനിയൽ എന്നിവർ നൽകിയ പ്രാർത്ഥനയ്ക്കും പിന്തുണയ്ക്കും നേതൃത്വത്തിനും അധികൃതർ നന്ദി അറിയിച്ചു. കൊൽക്കത്ത സെയിന്റ് തോമസ് CSI മലയാളം കോൺഗ്രിഗേഷനിലെ അംഗങ്ങളായ ചോളക്കൽ ആന്റണി വർഗീസിന്റെയും ലിയു ആന്റണിയുടെയും മകൾ ലിയാൻ ഹിൽഡ ആന്റണി ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി സർവകലാശാലയിലെ BBA പഠനത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി. അക്കാദമിക് മികവിനുള്ള അംഗീകാരമായിട്ടാണ് സർവകലാശാല ലിയാൻ ഹിൽഡ ആന്റണിക്ക് ഈ പുരസ്കാരം നൽകിയത്. മികച്ച പഠന മികവിലൂടെ സർവകലാശാലയിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ലിയാനെ കുടുംബാംഗങ്ങളും കൊൽക്കത്ത സെയിന്റ് തോമസ് CSI മലയാളം കോൺഗ്രിഗേഷൻ അംഗങ്ങളും അഭിനന്ദിച്ചു. അടൂർ താഴ്ത്തുമൺ ബിഷപ്പ് മൂർ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇംപയർഡിലെ വിദ്യാർത്ഥി ജ്യോതിഷ് GP കേരള സർവകലാശാലയുടെ 2026 അവസാന വർഷ BSc കമ്പ്യൂട്ടർ സയൻസ് HI ഡിഗ്രി പരീക്ഷയിൽ 3ാം റാങ്ക് നേടി. അക്കാദമിക് രംഗത്തെ മികച്ച പ്രകടനത്തിലൂടെയാണ് ജ്യോതിഷ് ഈ അഭിമാനകരമായ നേട്ടം സ്വന്തമാക്കിയത്. ഇടക്കുന്നം സഭാംഗം ഡോക്ടർ ദീപു മുരുകദാസിന് ചൂടിനെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന നൂതന താപവൈദ്യുത തെർമോ ഇലക്ട്രിക് ഡിവൈസസ് ഉപകരണ സാങ്കേതിക വിദ്യയ്ക്ക് കൊറിയൻ പേറ്റന്റ് ലഭിച്ചു. ചൂടിൽ നിന്ന് വൈദ്യുതി ഉൽപാദനം കൂടുതൽ കാര്യക്ഷമമാക്കുന്ന ഹൈബ്രിഡ് മെറ്റീരിയലിനാണ് കൊറിയൻ ഗവൺമെന്റിന്റെ പേറ്റന്റ്. ഊർജ സംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിനും നിർണായകമായ ഈ നേട്ടം മാലിന്യ ചൂടിനെ വേസ്റ്റ് ഹീറ്റ് പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു. വാഹനങ്ങളുടെ എഞ്ചിനുകൾ, വ്യവസായശാലകൾ, വൈദ്യുത നിലയങ്ങൾ, വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ പാഴാകുന്ന ചൂടിനെ പ്രയോജനപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ഡോക്ടർ ദീപു മുരുകദാസ് നേടുന്ന 2ാമത്തെ പേറ്റന്റാണിത്. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെയും കോട്ടയം CMS കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മഹായിടവക ബിഷപ്പ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് ജീവൻ പകരുന്ന മഹത്തായ സേവനമാണ് രക്തദാനമെന്നും യുവജനങ്ങൾ ഇത്തരം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബ്ലഡ് ഡൊണേഷൻ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡയറക്ടർ റെയ് മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ ലിനോയസ് ജോൺ സ്വാഗതം ആശംസിച്ചു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ജിനു മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോഷൻ ജോർജ്, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ ജിസ ജോൺ, പ്രൊഫസർ നോബിൾ, റവറൻ നെബൂസ് കറിയ, റവറൻ ഷിജു സാമുവൽ, സുശാന്ത് നയനാൻ കോശി എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിന്റെയും കോട്ടയം ഇസാഫ് ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോളേജിലെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധേയമായ പങ്കാളിത്തം ക്യാമ്പിന്റെ വിജയത്തിന് ശക്തി പകർന്നു. നിരവധി യൂണിറ്റ് രക്തം ശേഖരിക്കാനായ ഈ മെഗാ രക്തദാന ക്യാമ്പ് സമൂഹത്തോടുള്ള യുവജനങ്ങളുടെ സേവന മനോഭാവത്തിന്റെയും മാനവിക പ്രതിബദ്ധതയുടെയും ഉജ്ജ്വല മാതൃകയായി. കന്നേറ്റി CMS LP സ്കൂൾ നാടിനെ നല്ല പാഠമായി മികവിന്റെ പാതയിൽ മുന്നോട്ട്. 2025-26 അധ്യയന വർഷത്തിൽ 40-ൽ പരം വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നല്ല പാഠത്തിന്റെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചു. അശരണർക്ക് സഹായമായി സാന്ത്വനപ്പെട്ടി, സ്നേഹപ്പൊതിച്ചോറ്, വൃദ്ധസദനത്തിലേക്ക് സ്നേഹ സമ്മാനം, ചെണ്ടുമല്ലി കൃഷി, ടോയ് ബോക്സ് ചലഞ്ച് എന്നിവ പ്രവർത്തനങ്ങളിൽ ചിലത് മാത്രം. കൊല്ലം ജില്ലയിൽ 100-ൽ പരം സ്കൂളുകൾ പങ്കെടുത്ത നല്ല പാഠം പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 30 സ്കൂളുകളിൽ ഒന്നായി കന്നേറ്റി CMS LP സ്കൂൾ മാറി എന്നുള്ളത് അഭിമാനകരമാണ്. ഒത്തൊരുമയുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും നേർക്കാഴ്ചയായി A ഗ്രേഡിന്റെ തിളക്കത്തിൽ CMS മുന്നേറുന്നു എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. സെനറ്റ് ഓഫ് സിനാംപൂർ കോളേജുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് BMTAയുടെ 2026-2027 അധ്യയന വർഷത്തെ ഓഫ്ലൈൻ ക്ലാസുകൾ ജൂലൈ 8-ന് പ്രത്യേക ആരാധനയോടും റീ ഓപ്പണിംഗ് സെമിനാറോടും കൂടി ആരംഭിച്ചു. ഉദ്ഘാടന ആരാധനയിൽ CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യ സന്ദേശം നൽകി. റവറൻ അനിയൻ കെ പോൾ, റവറൻ ജോണി ആൻഡ്രൂസ് എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന റീ ഓപ്പണിംഗ് സെമിനാറിൽ TMAM റിസർച്ച് ആൻഡ് ഓറിയന്റേഷൻ സെന്റർ ഡയറക്ടർ റവറൻ ഡോക്ടർ MP സാമുവൽ Neighborliness as an Interpretive Paradigm, a Reading of the Book of Jonah എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെമിനാർ പേപ്പറുകൾക്ക് റവറൻ നയനാൻ ജേക്കബ്, റവറൻ ലാൽ GM ഫിലിപ്പ് എന്നിവർ പ്രതികരണങ്ങൾ അവതരിപ്പിച്ചു. റവറൻ വർഗീസ് ഏനാദിക്കൽ സെമിനാറിന്റെ മോഡറേറ്ററായി പ്രവർത്തിച്ചു.
ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ റവറൻ നെബൂസ്കറിയ, രജിസ്ട്രാർ റവറൻ ജോൺസൺ പീറ്റർ കുന്നപ്പള്ളി, ഡോക്ടർ അശോക് അലക്സ് ഫിലിപ്പ് എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. തുടർന്ന് വിവിധ കോഴ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഓറിയന്റേഷൻ പരിപാടിയും സംഘടിപ്പിച്ചു. ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിലവിൽ 1 വർഷത്തെ ഡിപ്ലോമ ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ് DTS, 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ് CTS, 1 വർഷത്തെ ഡിപ്ലോമ ഇൻ വർഷിപ്പ് ആൻഡ് മ്യൂസിക് സരാംപൂർ കോഴ്സ്, വൈദിക പഠനത്തിനായി പ്രവേശനം നേടുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ഓറിയന്റേഷൻ ടു തിയോളജിക്കൽ സ്റ്റഡീസ് OTS, കൂടാതെ 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ബിബ്ലിക്കൽ ലാംഗ്വേജസ് CBL എന്നീ ഓഫ്ലൈൻ കോഴ്സുകളാണ് നടത്തി വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം വൈദിക പഠനത്തിനായി പ്രവേശനം നേടിയ പ്രൊബേഷണേഴ്സിനായി പ്രത്യേക യോഗവും സംഘടിപ്പിച്ചു. മഹാ ഇടവക ബിഷപ്പ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ, രജിസ്ട്രാർ, മറ്റ് അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. പുതിയ അധ്യയന വർഷത്തിലെ പരിശീലന ക്രമം, അച്ചടക്കം, ആത്മീയ രൂപീകരണം, അക്കാദമിക പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച വിശദമായ നിർദ്ദേശങ്ങൾ ഈ യോഗത്തിൽ നൽകി. ഓരോ വിശ്വാസിയും തന്റെ ജീവിത കാലയളവിൽ പ്രാർത്ഥനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഭാരതത്തെ വിശ്വാസത്തിൽ നേടുക എന്ന ലക്ഷ്യത്തോടെ സഭകളുടെ സംയുക്ത നേതൃത്വത്തിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ് UCPI. UCPIയുടെ മീറ്റിംഗ് 16/7/2026 ബിഷപ്പ് ഹൗസ് മീഡിയ റൂമിൽ നടന്നു. മീറ്റിംഗിന് മഹാ ഇടവക ബിഷപ്പ് നേതൃത്വം നൽകി. മലങ്കര കത്തോലിക്ക സഭയുടെയും മാവേലിക്കര ഭദ്രാസനത്തിന്റെയും മുൻ അധ്യക്ഷൻ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് തിരുമേനി മുഖ്യാതിഥിയായി പങ്കെടുത്തു. UCPIയുടെ പ്രവർത്തകരായ ഡോക്ടർ മോഹൻ പോൾ, ശ്രീ തമ്പി, ബ്രദർ ടിറ്റോ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മഹാ ഇടവകയിലെ വിവിധ സഭകളെ പ്രതിനിധീകരിച്ച് വൈദികരും സഭാ ശുശ്രൂഷകരും മീറ്റിംഗിൽ പങ്കെടുത്തു. മഹാ ഇടവക മിഷൻ ബോർഡിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിന്റെയും 1-ാം ചൊവ്വാഴ്ച നടത്തപ്പെടുന്ന ഉണർവ് യോഗം 7/7/2026 റിട്രീറ്റ് സെന്ററിലെ AC ഹാളിൽ നടത്തി. കൂട്ടായ്മയിൽ മഹാ ഇടവക അധ്യക്ഷൻ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ സംബന്ധിച്ചു. ഇവാഞ്ചലിസ്റ്റ് തോമസ് കരുണാകരൻ വചന ശുശ്രൂഷ നിർവഹിച്ചു. റിട്രീറ്റ് സെന്ററിലെ AC ഹാൾ നിറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതും ശക്തമായ കൂട്ടായ്മ നടത്തപ്പെടുന്നു എന്നുള്ളതിനും ബിഷപ്പ് അതിയായ പ്രത്യാശ പ്രകടിപ്പിച്ചു. കൂട്ടായ്മയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് റവറൻ രാജു ജേക്കബും മിഷന്റെ മറ്റ് ഭാരവാഹികളും കൂടെയാണ്. എല്ലാ മാസത്തെയും ആദ്യ ചൊവ്വാഴ്ച നടത്തപ്പെടുന്ന ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ സഭാജനങ്ങളെയും ക്ഷണിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CSI മധ്യകേരള മഹാ ഇടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാന്റെ പ്രസ്താവനയുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. ന്യൂഡൽഹി ജന്തർ മന്ദിറിലെ സമരപന്തലിൽ മഹാ ഇടവക യുവജന പ്രസ്ഥാനം ഐക്യദാർഢ്യ പ്രസ്താവനകൾ വിതരണം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം പിന്തുണകൾ ജനാധിപത്യത്തെയും നീതിക്കായുള്ള പോരാട്ടങ്ങളെയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് വിദ്യാർത്ഥി നേതാക്കൾ അറിയിച്ചു. മധ്യകേരള മഹാ ഇടവക പള്ളം വൈദിക ജില്ലാ ആത്മായ ഫെലോഷിപ്പ് ജില്ലാ കൂട്ടായ്മ 2026 ജൂലൈ 17-ാം തീയതി രാവിലെ 10 മണിക്ക് തുരുത്തി CSI അസെൻഷൻ സഭയിൽ വെച്ച് ചെറിയാൻ തോമസ് അച്ഛന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. KJ പീറ്റർ സാറിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ ഐസക് സാർ സങ്കീർത്തനം വായിച്ച് റെനി ഫിലിപ്പ് അച്ഛൻ ഏവരെയും സ്വാഗതം ചെയ്തു. ഈസ്റ്റ് കേരള ഡയസിസ് വൈദികനായി സേവനമനുഷ്ഠിക്കുന്ന റവറൻ അനീഷ് P. ജോസഫ് അച്ഛൻ മുഖ്യ സന്ദേശം നൽകി. കൂട്ടായ്മ ആത്മിക ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് സമാപിച്ചത്. അടൂർ, മാവേലിക്കര, കോടുകുളഞ്ഞി വൈദിക ജില്ലകൾ ഉൾപ്പെടുന്ന സൗത്ത് സോൺ വനിതാരവത്തിന്റെ 2026 ആലോചനാ യോഗം മാവേലിക്കര CSI ക്രൈസ്റ്റ് ചർച്ചിൽ ജൂലൈ 3-നും പുന്നവേലി, മുണ്ടക്കയം, മല്ലപ്പള്ളി വൈദിക ജില്ലകൾ ഉൾപ്പെടുന്ന 2026 ഈസ്റ്റ് സോൺ വനിതാരവത്തിന്റെ ആലോചനാ യോഗം കാനം CSI സെന്റ് ജെയിംസ് ദേവാലയത്തിൽ ജൂലൈ 28-നും നടത്തപ്പെട്ടു. യോഗങ്ങൾക്ക് മഹാ ഇടവക ബിഷപ്പ് അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 23-ന് കായംകുളം ബിഷപ്പ് മോർ വിദ്യാപീഠിൽ വെച്ചാണ് സൗത്ത് സോൺ വനിതാരവും നടത്തപ്പെടുന്നത്. സെപ്റ്റംബർ 19-ന് കാനത്താണ് ഈസ്റ്റ് സോൺ മേള നടത്തപ്പെടുന്നത്. പ്രസ്തുത ആലോചനാ യോഗത്തിൽ ഭക്ഷ്യ കുടുംബ സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. വൈദിക ജില്ലയിലെയും പട്ടക്കാരും സഭാ ശുശ്രൂഷകരും ശ്രീജനസഖ്യ ഭാരവാഹികളും പ്രസ്തുത യോഗത്തിൽ സംബന്ധിച്ചു. മഹാ ഇടവക ശ്രീജനസഖ്യത്തിന്റെ ഔദ്യോഗിക ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. വൈദിക ജില്ലയിലെ ചെയർമാൻമാർ, ജില്ലാ സ്ത്രീജനസഖ്യ പ്രസിഡന്റ്മാരുടെയും സെക്രട്ടറിമാരുടെയും സാന്നിധ്യവും പങ്കാളിത്തവും നേതൃത്വവും ഏറെ ശ്രദ്ധേയമായി. മാവേലിക്കരയിൽ നടന്ന യോഗത്തിന്റെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് റവറൻ മാത്യു പി ജോർജ്, സഹവികാരി റവറൻ ഷിബു സെൽവരാജ്, ചർച്ച് കമ്മിറ്റി എന്നിവരും കാനത്ത് ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് റവറൻ ഡോക്ടർ PK കുരുളയും ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുമാണ്.
കോട്ടയം CSA മധ്യകേരള മഹാ ഇടവകയുടെ വിദ്യാപീഠ് സ്കൂൾസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് മൂർ മോണ്ടിസോറി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ECCE കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കുട്ടികളുടെ ആദ്യകാല വിദ്യാഭ്യാസത്തിനും പരിചരണത്തിനും താല്പര്യമുള്ളവർക്കും അധ്യാപന രംഗത്ത് പ്രൊഫഷണൽ യോഗ്യത നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ള ഒരു പ്രധാന അവസരമാണ് ഈ കോഴ്സ്. കോഴ്സിന്റെ പ്രത്യേകതകൾ: പ്രായപരിധിയില്ല, കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പഠനരീതി, പ്രായോഗികവും പ്രവർത്തനാധിഷ്ഠിതവുമായ പരിശീലനം, പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സ്, അർത്ഥവത്തായ കരിയർ സാധ്യതകൾ. ഹൃദയങ്ങളെയും മനസ്സുകളെയും നല്ല നാളേക്കായി ഒരുക്കുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അധ്യാപകരെ ശാക്തീകരിക്കുകയും പുതിയ തലമുറയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദൗത്യം. അഡ്മിഷനും വിവരങ്ങൾക്കും സ്ഥലം CSI ഡയസിസൻ ക്യാമ്പസ്, കത്തീഡ്രൽ റോഡ്, കോട്ടയം. ഫോൺ 9605673155. താല്പര്യമുള്ളവർക്ക് നേരിട്ടോ ഫോണിലൂടെയോ ബന്ധപ്പെടാവുന്നതാണ്. ഇതോടുകൂടി ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.